അബുദാബിയിൽ 27 ഏക്കറിലുള്ള ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകത്തിന് സമർപ്പിച്ചു. വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു ഹിന്ദു ക്ഷേത്രം, വിഗ്രഹാരാധകനെ എതിർക്കുന്നവരാണവർ, അനുവദിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ വിദേശത്തുള്ള മലയാളികളായ, ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളായ മുസ്ലിം നാമധാരികൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യമുണ്ട്. കണ്ടില്ലേ, ഇന്ത്യയിൽ പള്ളികൾ പൊളിക്കുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം രാജ്യത്ത് ക്ഷേത്രം സമ്മാനിക്കുന്നു. ഇതാണ് മതേതരത്വം. എന്തു തോന്നുന്നു? അതല്ല, ഈ അങ്ങനെയല്ലല്ലോ. ഇത് ഈ സ്വാമിനാരായൺ സെക് സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങളിലൊന്നാണ്. അവർക്ക് ലോകമെമ്പാടും പല രാജ്യങ്ങളിലായിട്ട് 1200 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദുബായ്, ഷാർജ, റുവൈസ്, കുവൈറ്റ്, ബഹ്റിൻ, ഇങ്ങനെ അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. അതല്ലാതെ പുതുതായിട്ട് ഒരെണ്ണം മാത്രമല്ല. പക്ഷേ അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട് അവർക്ക്. അബുദാബിയിൽ ആദ്യത്തെ ക്ഷേത്രമാണെന്നുള്ളതാണ്. മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഗൾഫിലുള്ള ക്ഷേത്രങ്ങൾ ഈ മറ്റേ മുസ്ലിങ്ങളുടെ ഭയങ്കര ഉദാര മനസ്ഥിതിയുടെ തെളിവാണെന്ന് പറഞ്ഞിട്ട് KT ജലീൽ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അന്ന് ഈ വിഗ്രഹഭഞ്ജനം ഇസ്ലാമിൻ്റെ ഭാഗമായതുകൊണ്ട് സാധാരണ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഈ വിഗ്രഹപ്രതിഷ്ഠ, പൂജ, ഹോമം, ഇങ്ങനെ ഈ ഹിന്ദുമത ആചാരങ്ങളൊന്നും നോക്കില്ലായിരുന്നു. നമുക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു ഹോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവിടെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓ, അത് ശരി. അതായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ സ്വാമിനാരായൺ സമൂഹത്തിന് ഈ മോദിയൊക്കെ വന്നിട്ട് അവിടെ ഒരു ക്ഷേത്രം കൊടുക്കുമ്പോൾ അത് സ്വാമിനാരായൺ സമൂഹത്തിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര റിച്വലിസ്റ്റിക് അല്ല അത് എന്നുള്ളത് കൊണ്ടാണ് സ്വാമിനാരായൺ സമൂഹത്തിന് കൊടുക്കുന്നത്. അതെന്ത് സാർ, അവർക്ക് ഈ സ്വാമിനാരായണൻ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? അതിപ്പോ എന്താന്ന് വെച്ചാൽ അയോധ്യയിൽ രാമാനന്ദി സമൂഹം നമ്മൾ പറയാറുണ്ടല്ലോ. കേരളത്തിലെ പോലെ അല്ല താന്ത്രിക വിധികൾ. അല്ല, നമുക്ക് ശ്രീകോവിലിനുള്ളിൽ കയറാം, വിഗ്രഹത്തിൽ തൊടാം. അതെ, ആളുകൾക്ക് അതുപോലെ ഈ വേഷത്തിലൊന്നുമുള്ള, ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടല്ലോ. വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ വസ്ത്രത്തിന്റെ ഒക്കെ കാര്യത്തിലുണ്ടല്ലോ. തമിഴ്നാട്ടിൽ നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്ത് കയറുമ്പോൾ അതിന്റെ അകത്ത് പട്ടിയും പശുവും ഒക്കെ കാണാറുണ്ടല്ലോ അതിന്റെ വളപ്പില്. ഇവിടെ അങ്ങനെയൊന്നും കാണാറില്ല. ഞാൻ ഇപ്പോഴും അവിടെ കാഞ്ചീപുരത്തൊക്കെ ക്ഷേത്രങ്ങളിൽ, ഏകാംബരനാഥ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ ഇപ്പോഴും പട്ടിയെ കണ്ടത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഒരു സൈഡില്, ആ അമ്പലത്തിൻ്റെ അകത്ത്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ വായിച്ചത് ഇതാണ് അവിടുത്തെ ആദ്യത്തെ ആക്ച്വൽ ഹിന്ദു ക്ഷേത്രം എന്ന് പറഞ്ഞൊരു പ്രയോഗം. അങ്ങനെ ഞാനൊരു പ്രയോഗം എല്ലായിടത്തും കാണുന്നുണ്ട്. ഫസ്റ്റ് ആക്ച്വൽ ടെമ്പിൾ. മറ്റോ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടെന്ന് കേൾക്കുന്നു. അയ്യപ്പ ക്ഷേത്രമൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവിടെ വിഗ്രഹമല്ല, അയ്യപ്പന്റെ വിഗ്രഹം അത് കാണുമായിരിക്കും. ഒരു ചിത്രമൊക്കെ വെച്ചാൽ മതിയല്ലോ, ഒരു ഫോട്ടോ ഇമേജ് ഒക്കെ മതിയല്ലോ. അതറിയില്ല, ഇമേജ് ആണോ വിഗ്രഹമാണോ അറിയില്ല. അതെ അതെ. അപ്പൊ ഇതിന്റെ മുഴുവൻ ഇതിൽ ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്. അപ്പൊ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ടെമ്പിൾ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ള എഴുത്തുകളിലൊക്കെ ഞാൻ. അങ്ങനെയാണെങ്കിലും അവരുടെ വിശ്വാസധാരക്കെതിരല്ലേ അത്, ഒരു വിഗ്രഹവും വെച്ചിട്ട് പൂർണ്ണതോതിലുള്ള ഒരു ക്ഷേത്രം. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് പറയേണ്ടി വരും. അതിലേക്കാണ് ഞാൻ പതുക്കെ വന്നുകൊണ്ടിരുന്നത്. ഇത് മോദി 2014 പ്രധാനമന്ത്രിയായി. അത് കഴിഞ്ഞ് മുമ്പത്തെ പ്രധാനമന്ത്രിമാരും മതേതരന്മാരായതുകൊണ്ട് അവർക്ക് ഈ പല സ്ഥലത്ത് ക്ഷേത്രം വരണം എന്നില്ലല്ലോ. പക്ഷെ മോദിക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കിട്ടിയത് അന്ന് സ്വാമിനാരായണനൊന്നും ഉദ്ദേശിച്ചില്ല. ഒരു ക്ഷേത്രം അവിടെ ആളുകൾക്ക് ആവശ്യമുണ്ട്, ഹിന്ദുക്കൾക്ക്. അതാണ് മോദി അവിടെ അവതരിപ്പിക്കുന്നത്, അവിടുത്തെ എമീറിൻ്റെ ഒക്കെ മുമ്പില്. അപ്പൊ 2015 ഈ സ്ഥലം അനുവദിച്ചു. മോദിയുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണത്. അത് കഴിഞ്ഞ് ആർക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന, മാത്രമല്ല ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യാന്തര തലത്തിൽ തന്നെ 1200 ക്ഷേത്രം നടത്തുന്നവരാണ്. അവർക്ക് അതിൽ അതെ. ഈ ക്ഷേത്രത്തിന് ബാബ്സ് എന്നും പറയുന്നുണ്ട്. അത് ചുരുക്കിയിട്ട് ബാബ്സ് ഹിന്ദു ക്ഷേത്രം എന്നൊക്കെയാണ് പൊതുവെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ പറയുന്നത്. സ്വാമിനാരായൺ ക്ഷേത്രം എന്നാണ് ഞാൻ പൊതുവെ പറയാറ്. ബാബ്സ് ഹിന്ദു ക്ഷേത്രം എന്നാണ് ഹിന്ദുക്കൾ അവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ 2015 ഇത് കിട്ടി. ഈ ക്ഷേത്രത്തിൽ ഈ
ഉരുക്ക്, ഇരുമ്പ് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഓ, കല്ലുകൾ കൊണ്ട് മാത്രമാണ്. രാജസ്ഥാനിൽ നിന്നുള്ള, രാജസ്ഥാനിൽ നിന്നൊക്കെ ഇറ്റാലിയൻ മാർബിൾ ഉണ്ട്. അപ്പൊ നമ്മള് അയോധ്യയിലും അങ്ങനെ ഈ ഇരുമ്പുരുക്ക് ഉപയോഗിച്ചില്ലല്ലോ. അപ്പൊ ഇതിന് 20,000 ടൺ കല്ല് ഇവിടുന്ന് കൊണ്ടുപോയി. ആ 20,000 ടൺ 700 കണ്ടെയ്നറുകളിലാണ് കൊണ്ടുപോയത്. ഇത്രയും ഈ 3 വർഷത്തിന്റെ ഒക്കെ കോവിഡ് കൊണ്ട് കുറച്ച് തടസ്സമൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ മോദിക്ക് അവിടെ കിട്ടുന്ന സ്വീകരണങ്ങൾ, നമ്മൾ ഈ വേൾഡ് സ്റ്റേജ് ലോകവേദിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയത്നത്തിൻ്റെ കൂടി ഫലമാണ് ഈ ക്ഷേത്രം. കാരണം ഹിന്ദുക്കൾക്ക് അബുദാബിയിൽ ക്ഷേത്രം വേണം. മറ്റ് സ്ഥലങ്ങളിലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഉള്ള സ്ഥലങ്ങളുടെയൊക്കെ. ആ അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ആഗ്രഹപൂർത്തിക്ക് മോദി വ്യക്തിപരമായ തലത്തിൽ ശ്രമിച്ചതിൻ്റെ ഫലമാണിത്. അതുകൊണ്ട് ഇപ്പം അദ്ദേഹം അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം വളരെ വലുതാണ്. ഇത് മാത്രമല്ല, അവിടെ അഹ്ലാൻ മോദി, അതെ അതെ, അങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ അഹ്ലാൻ മോദി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇപ്പൊ സഞ്ജയ് സുധീർ അവിടുത്തെ സ്ഥാനപതി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത് എന്താന്ന് വെച്ചാൽ, നേരത്തെ പിന്നെ ചെല്ലുന്ന ആളുകൾക്ക് ഈ ബുക്ക് ചെയ്യാമല്ലോ, ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ആരാണ് എന്താണെന്നൊക്കെ. ഇത് 65,000 പേര് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത ഇതിലേക്ക് പോയിട്ട് 65,000 പേര് വന്നപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. മോദിയെ കാണുന്ന വീഡിയോ കണ്ടു. 65,000 പേരുടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചത് അവസാനിപ്പിക്കുകയായിരുന്നു. രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നി, സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ദുബായിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയതിന് അവിടെ പാര വെച്ച് ചില ആളുകൾ ജോലി കളയാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഈ 65,000 പേര് അവിടെ ഇരുന്ന് ജയ് ശ്രീറാം വിളിച്ചു എന്നല്ലേ? അത് തന്നെ. അതെ, അബുദാബി ഭരണാധികാരി അല്ല, അബുദാബിയിലെ ഭരണാധികാരി കൂടെ നിൽക്കുമ്പോൾ ആ പാര വെച്ച് ജോലി പോയത് 8 പേരാണല്ലോ. അതെ, 8 പേര്. അത് കുവൈറ്റിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. അത് അവിടെ ആളുകൾ പാര വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കാരണം ഇത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണല്ലോ. കാരണം ഇത് എന്താ പറയുക, ഒരു ബ്രഹ്മാണ്ഡ ക്ഷേത്രമാണിത്. സ്വാമിനാരായണൻ ക്ഷേത്രങ്ങളിൽ തന്നെ വെച്ചിട്ട് ബൃഹത്തായ ക്ഷേത്രമാണ് ഈ അബുദാബിയിൽ വന്നിരിക്കുന്നത്. മാത്രമോ, കഴിഞ്ഞ 8 മാസത്തിൻ്റെ ഇടയ്ക്ക് മോദിയുടെ 3ാമത്തെ UAE സന്ദർശനമാണ്. എത്രമാത്രം പ്രാധാന്യം നമ്മളും അതിന് കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. UAE-യിലെ 7ാമത്തെ സന്ദർശനമാണ്. ഖത്തറിൽ നിന്ന് പോയിരിക്കുന്ന 2ാമത്തെ സന്ദർശനം. അതെ, സന്ദർശനമാണ്. 8 മാസത്തിൽ 3ാമത്തെ. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഖത്തറിന്റെ കാര്യം പറയുണ്ടായി. അപ്പോൾ ഞാൻ ഈ ഖത്തറിന്റെ ഈ മറ്റേ ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചതിന്റെ പുറകിൽ വലിയൊരു കച്ചവടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എത്രയാണത്? $78 ബില്യൺ. ചെറിയ തുകയാണോ? 20 കൊല്ലത്തേക്ക്. അതെ അതെ, നിർണായകമായ ഒരു കരാറാണ്. ഖത്തറിന് പണം കിട്ടുന്ന കാര്യമാണത്. അതെ അതെ, അവരുടെ സമ്പദ്ഘടനയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്ന, നിലനിർത്തുന്ന ഒന്നാണ് അത്. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ അവിടുത്തെ ആവേശം ആളിക്കത്തിക്കുന്ന ഒരു സംരംഭമാണിത്. അപ്പോൾ ഇന്ത്യയുമായി എത്രമാത്രം സഹകരണത്തിൽ നമ്മൾ പോകണം എന്ന് നമ്മൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ആ ഉദാഹരണം ഈ സുനിൽ പറഞ്ഞ പോലെ ആയിരുന്നുവെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങൾ തകർത്ത സ്ഥലങ്ങളുണ്ടല്ലോ, പള്ളിയൊക്കെ പണിത്, അതൊക്കെ നിരുപാധികമായി ഹിന്ദു സമൂഹങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരുന്നു എന്ന് പറയാമായിരുന്നല്ലോ. എങ്കിൽ അവരുടെ ഈ പ്രചാരണത്തിന് കുറേയും കൂടി മൂല്യമുണ്ടാകുമായിരുന്നു. ഞങ്ങളും സഹിഷ്ണുതയുള്ളവരാണ്, ഗൾഫ് രാഷ്ട്രങ്ങളെപ്പോലെ ഞങ്ങളും അങ്ങനെയാണ്. പക്ഷെ അത്തരം ഉദാഹരണങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്നില്ലല്ലോ. ഇന്ത്യയിൽ ക്ഷേത്രം പണിയുമ്പോൾ അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. സാർ, അതിനകത്ത് കേട്ടിട്ടുണ്ട്, ആദ്യകാലത്ത് അയോധ്യയുടെ കേസിൽ തന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ തയ്യാറായിരുന്നു ഈ റൊമീല തബറിനെയും ഇർഫാൻ ഹബീബിനെയും പോലെയുള്ള ഹബീബും ആ ഇടതുപക്ഷ ഇവരാണ് പ്രശ്നം ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കിയത് എന്ന് പറയും. അത് കെ മുഹമ്മദ് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു ആ കാര്യം. മാത്രമല്ല, അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കെ മുഹമ്മദ്
അദ്ദേഹത്തിന് പിന്നെ അലിഗഡിൽ റിസർച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. 2 റാങ്കിൽ ആദ്യത്തെ റാങ്ക് ഡേവിഡ് എന്ന് പറഞ്ഞ ആൾക്കായിരുന്നു, രണ്ടാമത്തെ റാങ്കായിരുന്നു മുഹമ്മദിന്. അപ്പോൾ അദ്ദേഹത്തിന് 2 സ്കോളർഷിപ്പുകൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാണ് ഇർഫാൻ ഹബീബ്. ഈ 2 ഈ ഡേവിഡ് JNUവിൽ ചേർന്നു. പിന്നെ അലിഗഡിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളാണ് KK മുഹമ്മദ്. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അവകാശമുള്ളതാണ് അതില്. പക്ഷെ അത് നിഷേധിച്ചു ഇർഫാൻ ഹബീബ്. KK മുഹമ്മദിന് വിദ്യാർത്ഥിയായ കാലത്ത് ഇത് പറയുന്നുണ്ട്. വിദ്യാർത്ഥി ആയിരുന്ന കാലത്തോട് എന്താണ് അവിടെ സംഭവിച്ചത്? SFIക്കാർക്ക് കൊടുക്കണമായിരുന്നു ഇർഫാൻ ഹബീബിന്. അതായത് അർഹതയോ മെറിറ്റോ എന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞത് ഇർഫാൻ ഹബീബിന്റെ പഴയ പശ്ചാത്തലമാണ്. ആ പഴയ പശ്ചാത്തലമാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഒരേ കാലത്ത് അവിടെ ഇയാളെ പോലെയുള്ള ചില ആളുകളാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ സ്പർദ്ധയുണ്ടാക്കി നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുത്തിയത്. ഞാൻ പറയാഞ്ഞിട്ടാണ്. ഇപ്പൊ അവിടെ അയോധ്യ ക്ഷേത്രത്തിൽ രാമാനന്ദി സമൂഹത്തിന്റെ ആണെന്ന് ഞാൻ പറയാറില്ലേ, അവിടെ മുസ്ലിങ്ങൾ പ്രവേശിക്കുന്നുണ്ടല്ലോ. വീഡിയോകളൊക്കെ ഉണ്ടല്ലോ. അവർക്കത് താല്പര്യമാണ്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കച്ചവടമാണ്. ആ കച്ചവടത്തിൽ അവിടെ വന്നിട്ടുള്ള മാറ്റം വളരെ വലുതല്ലേ? അതെ, അത് ഈ ഗുജറാത്തിലെ പട്ടേൽ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചതാണ്, പ്രതിമ ഉണ്ടാക്കിയ പട്ടിണി മാറുമെന്ന്. ആ പ്രദേശം ആകെ വലിയ തോതിൽ വികസിക്കപ്പെട്ടു. അവിടെ പോയ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഈ സംഘപരിവാറിനെതിരെയും പ്രതിമയ്ക്കെതിരെയൊക്കെ പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ മുമ്പ് പറഞ്ഞതെല്ലാം പിൻവലിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇന്ത്യയിൽ നമ്മൾ ഈ മുസ്ലിം അധിനിവേശത്തിൻ്റെ ചരിത്രവും കൂടി ഒന്ന് നോക്കണം. ഈ പറയുന്ന ആളുകൾ, ഞാൻ മിലിറ്റന്റ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയതിൻ്റെ അകത്ത് ആദ്യത്തെ 600 വർഷത്തെ ചരിത്രമാണ് പറയുന്നത് ഇസ്ലാമിൻ്റെ. അത് തുടങ്ങിയ അന്ന് മുതൽ ഉള്ള ഡൽഹിയിലെ അധിനിവേശം വരെയുള്ള കഥയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് എത്രമാത്രം ചോരയാണ് തളം കെട്ടിക്കിടക്കുന്നത്. ഹിന്ദുക്കളുടെ കാര്യം വിടും. അവരുടെ ഖലീഫമാരെ, ആദ്യത്തെ 4 ഖലീഫമാരെ, നബിയുടെ തന്നെ കൊച്ചുമക്കളെ ഒക്കെ ഉന്മൂലനം ചെയ്തിട്ടില്ലേ അവർ ആദ്യകാലങ്ങളിൽ? അല്ല, എന്നിട്ടും സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും സാർ? സമാധാനത്തിന്റെ മതമാണെന്ന് അവകാശപ്പെടുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതായത് എല്ലാ ഇത്തരം പുസ്തകങ്ങളിലും ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കാണും. ഒരു ഭാഗത്ത് സമാധാനം പറഞ്ഞിട്ടുണ്ടാവും. യേശുവിന്റെ ഞാൻ സാധാരണ പറയാറുള്ള പോലെ, നീ നിന്റെ മേലെങ്കിൽ വാൾ വാങ്ങുക എന്ന് യേശു പറഞ്ഞ പോലെ പ്രവാചകൻ മറ്റേ ഖുർആനിൽ പറയുന്നു. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച ഖുർആനിലെ കാര്യമാണ് പറയുന്നത്. കിൽ ദ ഇൻഫിഡൽസ്, അവിശ്വാസികളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിശ്വാസികളെ മാത്രമല്ല, ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ സൗദി അറേബ്യ, മക്കയും മദീനയും ഉള്ള അവിടെയാണല്ലോ, അവിടേക്ക് മിസൈൽ അയക്കുന്ന ഹൂതികളാണ്, അവരും മുസ്ലിമുകളാണ്. അതെ, ഞാൻ പരസ്പരം കൊല്ലുകയാണ്. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അൺവെയിൽഡ് എന്ന് പറഞ്ഞാൽ തട്ടം നീക്കിയപ്പോൾ എന്ന് മലയാളത്തിൽ പറയാം. അൺവെയിൽഡ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇത്. ഈ ഇസ്ലാം വിട്ട ഒരു പെൺകുട്ടി അവരുടെ ആത്മകഥ എഴുതിയിരിക്കുന്നതാണ്. ഈ കുട്ടി ഈജിപ്തിലെ ആദ്യ പ്രസിഡന്റിന്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പം ആ കുട്ടി ഇതിൻ്റെ അകത്ത് പറയുന്ന പല ഭാഗങ്ങളും നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഒരു ദിവസം 5 തവണ പ്രാർത്ഥിക്കുമ്പോൾ 5 തവണ പ്രാർത്ഥിക്കണം, നിർബന്ധമാണ് കുടുംബത്തിൽ. അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചീത്ത പറയും. അച്ഛനും അമ്മയൊക്കെ ബാപ്പയും ഉമ്മയൊക്കെ ചീത്ത പറയും. ആ 5 തവണ പ്രാർത്ഥിക്കുമ്പോഴും മറ്റു മതങ്ങൾക്കെതിരായ കാര്യങ്ങളാണ് ഇവരുടെ മനസ്സിലേക്ക്, ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആഗോളമായി തന്നെ എല്ലാ മുസ്ലിം കുടുംബങ്ങളുടെ കഥയാണെന്നാണ് ആ കുട്ടി ഈ അൺവെയിൽഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. ഞാനിത് വായിച്ച് തീർന്നിട്ടില്ല, 5 അധ്യായമേ ആയിട്ടുള്ളൂ. പക്ഷെ അത് വളരെ റിവീലിംഗ് ആണ്. അത് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യമൊക്കെ വെളിച്ചം പരക്കും. ഈ പല മതങ്ങളിലും ഈ കുഴപ്പം പിടിച്ച ഭാഗങ്ങൾ അവരുടെ വേദങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ പലപ്പോഴും ഈ ഭാഗങ്ങൾ ഇന്റർപൊലേഷൻ ആണെന്ന് പറയും, പ്രക്ഷിപ്തമാണ് എന്ന് പറയും, പിന്നീട് കൂട്ടിച്ചേർത്താണെന്ന്. അത് സമ്മതിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പിന്നെ ശ്രീരാമൻ മാംസം തിന്നു എന്ന് പറയുന്നൊരു 4 വരി
ശ്ലോകം. അല്ല, ഉത്തര രാമായണത്തിന്റെ കാര്യം തന്നെ തർക്ക വിഷയമാണ്. അല്ല, മറ്റേ ഭാഗത്ത് അതിനു മുമ്പും പിമ്പും അദ്ദേഹം അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് വരുന്നത്. ഞാൻ വ്രതം പാലിക്കും, ഞാൻ മാംസമൊന്നും കഴിക്കുകയില്ല. എന്നിട്ടാണ് ഗുഹൻ അക്കരയിലേക്ക്. അപ്പൊ ഗുഹൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അതൊക്കെ നിരസിക്കുന്നുണ്ട് രാമൻ. അല്ല, ഈ ശംഭൂകനെ കൊന്നു എന്ന് പറയുന്നവര് ശബരി ശ്രീരാമനെ സ്വീകരിച്ചറിയാമല്ലോ. ഓരോ പഴങ്ങൾ എടുത്ത് ആദിവാസി കടിച്ചു നോക്കിയിട്ട് ഏറ്റവും രുചികരമായി കൊടുക്കാനാണ് കൊടുത്തത്. ഭഗവാൻ അത് ആദിവാസി പെൺകുട്ടി കടിച്ചതിന്റെ ഉച്ചിഷ്ടമാണ് കഴിച്ചത്. അതാണ്. അപ്പൊ ഉത്തര രാമായണത്തിലാണല്ലോ ശംഭൂകവധമൊക്കെ എഴുതി ചേർത്തത്. അത് വാൽമീകി വിരചിതമല്ല എന്നും പറയുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഈ സോകോൾഡ് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ശ്രീരാമനെ ചീത്ത പറയുന്നത്. അത് മറ്റേ പ്രക്ഷിപ്തമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ എടുത്താൽ തന്നെ ക്ഷത്രിയ ധർമ്മമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം ക്ഷത്രിയനാണല്ലോ. അന്നത്തെ കാലത്ത് അന്ന് അവരവരുടെ ധർമ്മമാണല്ലോ. അന്ന് ഈ പിന്നെ കപടമതേതരവാദികൾ ഇല്ലല്ലോ ലോകത്ത്. ബ്രാഹ്മിൻ ഹെഗമണി എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരുന്നില്ലല്ലോ ആ കാലത്ത്. അല്ല, ഈ നിരീശ്വരവാദികളായ ചാറവാകന്മാരെ ആരും കൊന്നിട്ടില്ല. മാത്രല്ല, ഈ ക്ഷത്രിയനായ ഈ മനുഷ്യൻ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നത് ധനുർവേദമാണല്ലോ. അദ്ദേഹത്തിന് ഋഗ്വേദം മറ്റേ വേദങ്ങള് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സീത ഈ ജനകന്റെ മകളായതുകൊണ്ട്, രാജർഷിയാണല്ലോ, അപ്പോൾ ജനകന്റെ മകളായതുകൊണ്ട് സീത അദ്ദേഹത്തിന്റെ ഗുരുവാണ്. പ്രത്യേകിച്ച് ഈ വനവാസ സമയത്തൊക്കെ വനവാസത്തിലാണ്. അതുകൊണ്ട് ക്ഷത്രിയധർമ്മം പാലിക്കേണ്ടതില്ല, നോക്കേണ്ടതില്ല. അതുകൊണ്ട് ഒരു രാക്ഷസനെ കൊല്ലേണ്ട സമയത്ത് കൊല്ലണ്ട എന്ന് സീത പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നോക്കണ്ട. രാജ്യം ഭരിക്കുന്ന സമയത്ത് അങ്ങ് അപ്പോൾ ഡ്യൂട്ടി ബൗണ്ടഡാണ്. അതാണ് അന്നത്തെ ജോലിയാണത്. സാർ, ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്ത് രാജ്യം നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു. വീണ്ടും ഗൾഫിലേക്ക് ആവർത്തിച്ച് ഇപ്പോൾ UAE, ഖത്തർ ഇങ്ങനെ മോദി സന്ദർശനം നടത്തും. ഇതിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് മോദി നൽകുന്നുണ്ടാവുമോ? അതായത് മോദി ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് സഖാക്കൾ പ്രസംഗിക്കുന്ന പോലത്തെ പരിപാടികളൊന്നും അദ്ദേഹത്തിനില്ല. കവലപ്രസംഗമില്ല. അദ്ദേഹത്തിന് ഇത്തരം സന്ദേശങ്ങൾ മാത്രമല്ല, അദ്ദേഹം പണ്ടൊക്കെ പ്രധാനമന്ത്രിമാർ ചെയ്തിരുന്നത് പോലെ ഈ ജങ്കറ്റ് എന്ന് പറയുമല്ലോ, ഒരുപാട് പത്രക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി വിമാനത്തിൽ കൂടെ കൊണ്ടുപോയി അവർക്കൊക്കെ മദ്യം വിളമ്പുക, അങ്ങനത്തെ. അത് 10 വർഷമായിട്ട് നടക്കുന്നില്ല. അത് നടക്കുന്നില്ല. പത്രക്കാരുടെ കാണുമായിരിക്കും. ഏറ്റവും വലിയ ദേഷ്യതാണ്. നിറയെ വിദേശയാത്ര, ഒരു പ്രധാനമന്ത്രിയുടെ പോവുക, ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കിട്ടുക, മദ്യത്തിൽ ആറാടുക, പഞ്ചനക്ഷത്ര താമസം, ഇതെല്ലാം 10 വർഷമായിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ രണ്ടാമത്തെ വിജയപ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 30 വർഷം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കൃത്യമായ പീരീഡാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഗവേഷണം നടത്തേണ്ടതാണ്. അതിന് മുമ്പ് ഒരുപാട് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് നാട്ടിലൊരു ഫാഷനായിട്ട് ആളുകൾ ഒരു കാർഡ് കൊണ്ട് കിടക്കുന്നുണ്ട്. അതാണ് സെക്കുലറിസം. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. അത് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഓർത്തു നിൽക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 30 വർഷമായിട്ട് കപടമതേതരത്വം വല്ലാതെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു. അത് അദ്ദേഹം ആ വിജയപ്രസംഗത്തിൽ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ ദർശനം, അജണ്ട എന്ന് പറയാം, വിഷൻ എന്ന് പറയാം. രാജ്യത്തിനെ സംബന്ധിച്ചൊരു വിഷൻ ഉണ്ട്. രാജ്യം വളരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, പ്രതിബദ്ധതയുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ ആണ്. ആരെപ്പോലെ? വാജ്പേയിയെ പോലെ തന്നെ. വാജ്പേയി ഒരു സ്റ്റേറ്റ്സ്മാൻ ആണല്ലോ. രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? ഏതായാലും നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദുബായിലെ ക്ഷേത്രം. അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും എങ്ങനെ സ്വാധീനിക്കും വരും ദിവസങ്ങളിലെന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.